ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് അധികം നാളായില്ലേ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ നോർമൽ A4 ഷീറ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ പകുതി ഭാഗത്തായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു ഡ്രോയിങ് ചെയ്യണത്. ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ 3 ഭാഗമായിട്ട് അതിനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഭാഗത്ത് ഈ ഒരു രീതിയിൽ ഗ്രീൻ കളറാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗത്തേക്ക് ഡാർക്ക് ഗ്രീൻ കളറും പിന്നെ താഴേക്ക് നമ്മൾ ലൈറ്റ് ഗ്രീനും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്കും 2 കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ പ്രഷ്യൻ ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്കായിട്ട് ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കാൻ ഞാൻ 4 കളർ എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഭാഗത്തേക്കായിട്ട് നമ്മൾ വയലറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അതിന് താഴേക്ക് റെഡ് കളറും പിന്നെ ഓറഞ്ചും യെല്ലോ കളറിലെ ഓയിൽ പേസ്റ്റൽസും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബ്ലെൻഡിങ് പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കണേ. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു കുഞ്ഞടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്ലാക്ക് കളറിലെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുകയാണ്. ഒരു മരത്തിൻ്റെ രീതിയിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് 3 പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിലൊന്ന് വരച്ചെടുത്താൽ മതി. ലാസ്റ്റ് ആ ടേപ്പ് റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ അക്രിലിക് പെയിൻറ്റിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ലീഫൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സർക്കിൾ ഷേപ്പിൽ വരച്ചെടുത്തില്ലായിരുന്നോ, അവിടെ ആയിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ആ 3 ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ് ആണ്. അത്ര നന്നായിട്ട് വരയ്ക്കാൻ അറിയാത്തവർക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടാണ് എത്തിയേക്കണേ. വേണമെങ്കിൽ നമുക്ക് ഈ 3 പീസ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബുക്ക് മാർക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോൾ എന്ന ഓപ്ഷൻ കൂടി കാണുകയും ഞാനിന്ന് വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതൊരിക്കലും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.